സംസ്ഥാനത്ത് കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് നാളെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ചൂടുണ്ട്. പുറത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ കരുതൽ വേണം. വെള്ളം ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത്. ഈ അമിതമായിട്ടുള്ള അതായത് ശരീരത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, ചൂടിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ള മുന്നറിയിപ്പ് ആരോഗ്യ വകുപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞത് ഈ ചൂട് കനക്കുമെന്നാണ്. ഇടയ്ക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ചൂട് കനക്കാൻ സാധ്യതയുണ്ട്. ഈ വെയിൽ കൊള്ളരുതെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചൂടുണ്ട്. ഇന്ന് തൃശ്ശൂരും പാലക്കാടും വയനാട്ടിലും പുനലൂരിലും വലിയ രീതിയിലുള്ള ചൂടാണ് രേഖപ്പെടുത്തിയത്. എറണാകുളത്ത് ഇന്ന് 29 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു അനുഭവപ്പെട്ടത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചൂട് നാളെയും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. വെള്ളം ധാരാളമായി കുടിക്കുക, പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കുക, കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ സൂക്ഷിക്കുക. അത്തരത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പും അത്തരത്തിൽ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾ സൺക്രീമൊക്കെ ധരിക്കുക, ഒപ്പം തന്നെ വെള്ളം കുടിക്കുക, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കുക, ഒപ്പം തന്നെ ജ്യൂസുകൾ, കൂൾ ഡ്രിങ്ക്സുകൾ ഒഴിവാക്കി ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസുകൾ കഴിക്കണമെന്നൊക്കെയാണ് ആരോഗ്യ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നാളെ പ്രത്യേകിച്ച് ചൂട് കൂടാനുള്ള സാധ്യതകളെല്ലാം തന്നെയുമുണ്ട്. ഇന്നും നാളെയും ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. അതും നാളെ പ്രതീക്ഷിക്കാവുന്ന, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒരു വാർത്തയാണ് നാളത്തെ ഈ ചൂട് എന്നുള്ളത്. വേനലിൻ്റെ കാഠിന്യം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത.